പാല് കുടിച്ചാ പിന്നെ ഇത് തട്ട്. ഞാൻ വിശേഷമായ പിന്നെ രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ. ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. മിഞ്ഞാന്ന് സന്ധ്യ ആയിന് എത്തുമ്പോൾ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞു, ഇന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കല്ലാന്ന്. വാവോ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അനൂട്ടിരത്തേക്ക് സ്കൂളിൽ പോയിന്. അവർക്ക് പോകാനൊന്നും മൂടില്ല. സ്കൂൾ വീട്ടിൽ നിന്ന് വന്ന വേഗം കുളിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കും. വാവോ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങി ഇരിക്കുന്നവരെ നോക്കിയിരിക്കും രണ്ടാളും. അതിനെ തൊട്ടോണ്ട് പിടിച്ചോണ്ട് നുള്ളിക്കൊണ്ട് ഒന്നും പറയണ്ട, കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് പോയിട്ടുണ്ട് അവർ. അപ്പോൾ ഇന്നലെ ഇന്നലെ ഏച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഏച്ചി ഉണ്ട്, തായലുണ്ട്. അപ്പോൾ റാണി ഏച്ചിയും വന്നിന്. അപ്പോൾ ഏച്ചി എന്നെ കുളിപ്പിച്ചിട്ടെല്ലാം റൂമിലെല്ലാം ആക്കിയിട്ട് പഴം കൊണ്ടുവരാൻ വേണ്ടി പോയിന്. അമ്മ ഉണ്ട് അത്. അപ്പോൾ ഏട്ടന്മാർ, അമ്മ, പൊന്നമ്മ എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് കണ്ടിട്ട് പോയി. അമ്മക്ക് നോക്കണം എന്നെല്ലാം ഉണ്ട്, പക്ഷെ അമ്മക്ക് അങ്ങനെ കഴിയുന്നില്ല. എന്നാലും കുട്ടീനെ എന്നെ ഒന്ന് കാണാൻ വെച്ചിട്ട് അങ്ങനെ കഴിയാണ്ട് വന്ന് നോക്കിയിട്ട് പോയി. അപ്പോൾ അതാ റൂമെല്ലാം മിഞ്ഞാൻ നമ്മൾ വരുമ്പോൾ അനൂട്ടിൻ്റെ അതെല്ലാം ഡെക്കറേഷൻ ആക്കി വെച്ചാന്നത്. അതിൽ ഓരോരോ അക്ഷരമെല്ലാം പോയി കേട്ടാ. വെൽക്കമിൽ ബോയ് വയ്യെല്ലാം പോയിട്ടുണ്ട്, അതേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഈ റൂമിൽ തന്നെയാണ് ഞാനും വാവും ഈ റൂമിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ പുറത്ത് പോയിട്ട് ഓടിച്ചാടി പണിയെടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ചേച്ചിമാർ അമ്മേൻ്റെ എല്ലാം എടുക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. നമുക്ക് അങ്ങനെയാണ്, റെസ്റ്റ് എടുക്കേണ്ട സമയം കൊണ്ട് പണിയെടുക്കാൻ തോന്നും. പണിയെടുക്കും, ഒന്ന് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും തോന്നും. അപ്പോൾ എന്താ പറയണ്ട, ഇനിയിപ്പോൾ നല്ല റെസ്റ്റെല്ലാം എടുത്ത് തടിയെല്ലാം ഉഷാറാക്കിയിട്ട് പിന്നെ എടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഇയാൾ എണീച്ചാൽ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഫ്രഷായിട്ട് വന്നു. ഇനി അവൻ എണീക്കുമ്പോഴത്തേക്ക് ഒന്ന് വേമ്പേ അങ്ങനെ കുളിച്ചിട്ട് വന്നെയാണ്. ഇനിയിപ്പോൾ ഓനെ എണീച്ചാൽ ഓനെ ഫ്രഷാക്കി എടുക്കണം, പാല് കൊടുക്കണം. നാളെ ഇനി ഹോസ്പിറ്റലിൽ പോകണം. ഓന് മറ്റേ ഇഞ്ചക്ഷൻ ഉണ്ട്. അത് വിചാരിക്കുമ്പോൾ ഇപ്പോഴേ എനിക്ക് ഉറക്കില്ല. ഞാൻ ഇതുപോലെ ഋത്തിക്കിറ്റയിൽ എല്ലാം ചെയ്ത് ഇവിടം വരെ എത്തിയതാണ്. ഇപ്പോൾ ആദ്യം 1 മുതലേ ഇവനെ കൊണ്ട് ചെയ്യണം. 1.5 മാസം ഇഞ്ചക്ഷന്, 3-ാം മാസം ഇഞ്ചക്ഷന് പറഞ്ഞിട്ട് ആ കാലിലെല്ലാം ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വിചാരിക്കും. ഇപ്പോഴേ എനിക്ക് ഉറക്കില്ല കേട്ടോ. അപ്പോൾ അത് വലിയ സമയം എല്ലാ അമ്മമാരും തന്നെ സഹിക്കുന്നൊരു ഇതന്നെയാണ്. അപ്പോൾ എന്നാലും ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴല്ലേ അതൊന്ന് എൻ്റെ അമ്മയെ ആ സമയത്ത് എൻ്റെ അമ്മയൊന്നും വേണ്ടേന്ന് ദൈവേ എനിക്ക് കയ്യിലാന്നല്ല തോന്നും. പക്ഷെ ആ കുഞ്ഞിൻ്റെ ആ മുഖം ചിരിയും എല്ലാം കാണുമ്പോൾ ആ എവിടെ പോയി ആ വേദന എന്ന് തോന്നിപ്പോകട്ടെ. ആ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഇതുപോലെയല്ലേ കുഞ്ഞായിട്ട് നമ്മളെ അമ്മമാർ ഇതുപോലെ ഇങ്ങനെ നോക്കി വന്നല്ലേ. അപ്പോൾ അവരെല്ലോട്ട് നമ്മളെ കാണുന്നുണ്ട്. അങ്ങനെയാണ്. 3-ാമത്തെ ഏട്ടൻ വന്നു. അപ്പോൾ എല്ലാവരും ഏട്ടനും എടുത്തും എല്ലാവരും വന്ന് നോക്കിയിട്ട് പോയി. അങ്ങനെയെല്ലാം ഉള്ള. അപ്പോൾ ചേച്ചി തിന്നാൻ വേണ്ടി കുളിപ്പിച്ച് ഇരുത്തിയിട്ട് തിന്നാൻ വേണ്ടി പഴം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് പഴം തിന്നാം, നിങ്ങൾക്ക് കാണിച്ചിട്ട് തിന്നാം. ഉറങ്ങുപോയി. അപ്പൊ അങ്ങനെ എന്റെ മോള് പ്രസവിച്ചൊരു സമാധാനായി വീട്ടിൽ വന്നു. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്റെ ഈ 3 പൊമ്മക്കൊക്കെ ചെയ്ത പോലെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനുള്ളത്. പക്ഷെ എനിക്കിപ്പോ കുളിപ്പിക്കേണ്ട കാര്യം അത്രയധികം സമയം എടുത്തിട്ട് എനിക്ക് മണങ്ങിയിട്ട് കുളിപ്പിക്കാനാവൂല, ഇരുന്നിട്ട് എനിക്ക് കുളിപ്പിക്കാനാവൂല. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യം എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മൂത്ത മോളാണ് കുളിപ്പിക്കേണ്ട കാര്യം ചെയ്യുന്നത്. അറിയുന്ന പോലെ ഞാൻ അവളെ കുളിപ്പിച്ച് പിന്നെ ഇനിയിപ്പോ ഫുഡ് എടുക്കാനാണ്. പിന്നെ എന്ന് വെച്ചാല് കുഞ്ഞിന്റെ കാര്യം എനിക്ക് നിലത്ത് ചെറിയൊരു ബന്ധത്തിൽ അമർന്നിരുന്നിട്ട് കാല് നീട്ടിയിട്ട് കുട്ടീനെ കുളിപ്പിക്കാൻ കഴിയുന്നുള്ള ധൈര്യത്തില് കുട്ടീനെ ഞാൻ തന്നെ ചെയ്തോളൂ. ഒക്കെ മൂത്ത മോള് വന്നു, ഓളെ കുളിപ്പിച്ചു. ഇനിയിപ്പോ കുഞ്ഞിനെ ഒന്ന് തുടക്കണം, അവൻ നല്ല ഉറക്കത്തിലാണ്. അവന് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പൊക്കുകളെല്ലാം വീണതിന് ശേഷം ഡോക്ടർ പറഞ്ഞിനെ പൊക്ക് വീണിട്ടാകുമ്പോ അല്ലാഞ്ഞാൽ ഈ വെളിച്ചെണ്ണയെല്ലാം തേക്കുമ്പോ ചിലപ്പോ പൊക്ക് പൊക്കും. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് എന്നിട്ട് എന്നെ അത്രേ ആയിട്ടുള്ളൂ. ഒരു ഇത് കാലിൽ കിടത്താനൊന്നും വറക്കത്തുമില്ല. എന്നിട്ട് ഇതും കഴിച്ചിട്ട് കയ്യും കാലും നീർത്തി വെച്ചിട്ട് കിടക്കുക. പിന്നെ അവനെ നീക്കണ്ടേ.
അപ്പൊ കുഞ്ഞിന് പൊടി കളക്കാൻ നോക്കലാന്ന്. അപ്പൊ 2 ദിവസം ഇത് കൊടുക്കണ്ടോ വെച്ചാല് ജനിച്ചപാടുള്ള വെയിറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോ അവർക്ക് നോക്കിനേനു. അപ്പൊ അത് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞ് 2 ദിവസം ഇത് കൊടുത്തിട്ട് നാളെ കാണിക്കാൻ പോവാൻ പറഞ്ഞു. അപ്പൊ ഇത് കൊടുത്തൊന്ന് വെയിറ്റ് കൂട്ടിയിട്ട് പോകണം. എന്ന് വെച്ചാൽ എനിക്ക് അത്ര മുലപ്പാല് വന്നിട്ടില്ലല്ലോ, ഒരു ഇതെല്ലാം ഉണ്ടായിട്ട് വെള്ളം പോലെ. അപ്പൊ ഇതും കൂടി അപ്പൊ ഞാനിത് അളവ് അവർ പറഞ്ഞു തന്ന പോലെ ഒന്ന് കളക്കുന്നവരെ ഏച്ചിന്റെ കൈശ കൊടുത്തിട്ട് അവളെ തോനെ നിക്കുന്നില്ല കേട്ടാ, വിശക്കുന്നുണ്ട്. പാല് കൊടുത്തിന്, അത് പോരാ മതി. നമുക്കിത് കൂടി കലക്കി കൊടുക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വിറകാനെ പിടിച്ച് തീർത്തോളാം പൊടി. നല്ല രസമുണ്ട് പാൽപ്പൊടി. ഋത്തിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കൊടുത്താൽ ആ ഋത്തിക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ ടേസ്റ്റ്. കൊടുത്താൽ പിന്നെ എനിക്ക് ഉണ്ടാവില്ല അത്. അപ്പൊ ഇതില് 10 ml ആണ് ഒരു കേക്ക്. അപ്പൊ 30 ml എടുക്കണം. ബിജുവിനെ പോലെ തന്നെ ഒറ്റപൊടി വിശന്നാ പിന്നെ ചെമിയില്ല. ഏതെല്ലാം വിധത്തിലാളല്ലേ അവമാനിക്കുന്നത്. ഇപ്പൊ പറയാം, ഞാൻ രാവിലെ 2 നോൽപ്പുട്ട് കഴിച്ചു. സത്യം, ഞാൻ 2 നോൽപ്പുട്ട് കഴിച്ചിട്ടില്ല. പറഞ്ഞു നിൽക്കുവായി. ചേട്ടാ ഒരു സ്പൂൺ കൊണ്ടുവരും, ഞാൻ മറന്നു. ഇങ്ങനെ ഇരിപ്പിച്ചിട്ടാണ് സിസ്റ്റർ കാണിച്ചു തന്നെ. ഇങ്ങനെ ഇരിപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം പറഞ്ഞിട്ട്. പാല് കുടിച്ചാൽ പിന്നെ ഇത് തട്ട് എമ്പൊക്കെ പോകുന്നവരെ. എമ്പൊക്കെ പോയാൽ കറക്റ്റ്. ചിലപ്പോ എമ്പൊക്കെ പോകില്ല പറഞ്ഞു. ചിലപ്പോ പോകൂല. എന്നാലും പോകുന്ന കാര്യമല്ല, കുറച്ച് ഫോൺ നമ്മൾ കേൾക്കൂല. അപ്പൊ കുറച്ച് സമയം അല്ലേ. അതിന്റെ പാല് കുടിച്ചാൽ അതിന്റെ ഒന്നിച്ചും എയറും കൂടി വയറ്റിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ എയർ കളയണില്ലേ, കുട്ടിക്ക് വയറുവേദന എടുക്കുന്നു പറയും. മുന്നേ അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് വലുതായ കടന്നടുത്ത് തന്നെ പാല് കൊടുത്തിട്ട് അവിടെ തന്നെ ഉറങ്ങും. ഇപ്പൊ കുഞ്ഞി കുട്ടിയായ കൊണ്ട് പിന്നെ എന്തായാലും ഇങ്ങനെ ആക്കാണ്ടിരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ പോണ്ട കാര്യങ്ങളെല്ലാം ആയി. ഇനി ഇടുന്ന് കളിച്ചോട്ട്. അപ്പൊ അമ്മ ചോറുണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ സാധാരണ കറിയാ വെച്ചിന്. കോട്ടപ്പയര് വറവുണ്ട്, ഒരു പുളിങ്കറിയുണ്ട്, ചേനയും കായും കൂടെ പുളിങ്കറി വെക്കുക ഇതിന്. അപ്പൊ ഞാൻ സാധാരണ കുട്ടിയൊക്കെ എന്നാ കൊടുക്കലെന്ന് വെച്ചാൽ കുരുമുളകും പച്ച കൊത്തമ്പാരി എന്നാ നമ്മൾ പറയാ, മല്ലിന്ന് പറയില്ല. അതും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഒരു തക്കാളി മുറിച്ചിട്ട് ആയിട്ടാകുമ്പോൾ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി കാച്ചിപ്പാരും. അത് വേറെ തന്നെ ഒരു രസമാണ്. ഇന്ന് പിന്നെ ഞാൻ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് നോക്ക്, കാണിച്ചു കൊടുക്കാം. ലേശം വെള്ളം പറ്റിയിട്ടേ ഉള്ളു, അതുകൊണ്ട് ഇങ്ങനെ മൊയ്ക്കാം. ഒന്ന് കൊണ്ടു കൊടുത്തോക്കട്ടെ. രുചി ഉണ്ടെങ്കിൽ നാളെ ഇതിനെ വെച്ചു കൊടുക്കാം. ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചതാ നമ്മളെ. അല്ല മോളെ, ഞാനത് രാവിലെ വിചാരിച്ച മോക്ക് വേഗം വിശക്കൂലേ, അത് വേണ്ട ഒരു വറവലാക്കി ഇന്ന്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ വേഗം ആവും കാക്കട്ട് എന്നിട്ട് അങ്ങനെ ആക്കിയതാണ്. ഈ കറിയും ചോറും വിളമ്പിട്ട് മുന്നേ കൊണ്ടൊക്കെ കുറച്ച് വെളുത്തുള്ളിയിലെ പൊടി ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടാവും അതിന്റെ സൈഡില്. ഇനിയിപ്പോ ഒന്നും ആക്കാനുണ്ട്. നമുക്ക് കുരുമുളക് മാത്രം വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് വെളുത്തുള്ളിയും കൂട്ടിട്ട് ഞാൻ പൊടിച്ചു തരും. നീ പറയും ഒരു കൂട്ടാനും എനക്ക് വെക്കണ്ട അമ്മ, ഇത് മാത്രം മതി. ഇത് മാത്രല്ല ഇനി അങ്ങോട്ട് അത് മാത്രം. ലേശം വെളുത്തുള്ളി ഞാൻ കുറുക്കി കൊടുത്തില്ലേ, അതുകൊണ്ട് അതിപ്പോ മറ്റേ കുരുമുളക് കൂട്ടി പൊടിക്കാന്. അതുകൊണ്ട് നാളെ നമുക്ക് പൊടിക്കാം. ഹായ്, ഞാൻ സ്കൂളിൽ വിട്ട് ഒന്ന് കുളിച്ച് വന്ന് വാവനെ കണ്ടു കൊടുക്കാൻ. അന്നേരം വാവ ഉറങ്ങലാന്ന്. മാത്രമല്ല അമ്മി ഉറങ്ങൂന്ന്. അമ്മ പനൂട്ടി എത്തും. അമ്മ ഈ കൊടക്ക് പറയാ, അത് കൊതുകിന്റെ കൂടെ, കൊതുകിനും കൂടെയായി. അപ്പൊ സ്കൂളും വിട്ട് നേരെ ഒരു കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. അങ്ങനെയെങ്കിൽ കുറച്ച് നേരത്തെ കുളിക്കുന്നുണ്ട്. അത് സത്യം. അല്ലെങ്കിൽ രാത്രി 12 മണിയായാലും തല കുളിച്ചിട്ടില്ല. തല ഇന്നലെ കുളിച്ചു. നമ്മളെ 1:30 കുളിക്കുന്നു. മാമിയാണേ, മാമിയെ കണ്ടുപിടിച്ചിരുന്നു. എന്തോ എങ്ങനെ മാമി ഒരാഴ്ച കൂടുമ്പോ കുളിക്കില്ല, ഞാൻ എന്നാ ഒരു ദിവസം. അപ്പൊ ഇത് ബേബി കിട്ട് ബക്കറ്റാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ബേബിന്റെ ഇട്ട് വെക്കണം. അലക്കെ ഒരു കുപ്പാച്ചല്ല. ഇനി എണീക്കുന്ന വരെ വലിയേച്ചി ചിറ്റി ഉറങ്ങുന്നവരെ ഞാൻ ഇപ്പം നല്ല വേണ്ടത് രാത്രിയാണ് വേണ്ടത്.
ഉറക്കം ഒഴിഞ്ഞിട്ട് നിൽക്കാൻ ആള് വേണ്ട. അന്നേരം വരുവാ. ഇപ്പൊ എന്നാ പിന്നെ പോയി ഉറങ്ങും. 2 മാസമല്ല, ഇപ്പൊ അല്ലേ വേണ്ടേ? ഇവരെ പരിപാടി തന്നെ ഇടിങ്ങനെ ഇരിക്കലാട്ടാ. വാവക്കും ഒരാളായി, നമ്മക്കും ഒരാളായി. എണീക്കോ നോക്കിയിരിക്കലാണ്. കണ്ണുറത്തുനിന്ന് കണ്ടാല് അപ്പടി ഇവന്റെ വിളവെന്ന് വെച്ചാല് കണ്ണുറക്കും. അപ്പടിങ്ങനെ നമ്മളാരും കണ്ടിച്ച് അപ്പടിങ്ങനെ വിട്ടു, അപ്പടി പെട്ടെന്ന് വിട്ടു. നമ്മള് അഥവാ കണ്ണുറന്ന് നമ്മൾ എന്താ എടുക്കുമല്ലോ, അങ്ങനെ എടുക്കണ്ടേ. അതോ ഇപ്പം തുറന്നു കൂട്ടി വിളവാ. മുള്ളു പോകുന്നുണ്ട്. ഞാൻ വിശേഷമായ പിന്നെ 2ാമത്തെ പ്രസവമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാവും തോന്നുള്ളൂ. ഇങ്ങനെ കയ്യാണ്ട് കയറി പോകുന്നു. അതെ നമ്മള് രണ്ടാളിലെ ഞാനിപ്പോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ സമയം ആയിട്ടില്ല എനിക്ക്. എന്നാലും പിന്നെ എന്റെ നേരത്തെ ആയിപ്പോയി. ഓള് സമയത്ത് ആശുപത്രി പോകുമ്പോ പറഞ്ഞു നീ എന്നെ തോപ്പിക്കോ എന്നോന്ന് ചോദിച്ചിട്ട് വന്നേരം പറഞ്ഞോ ഇല്ല അല്ലേ നീടി ഉണ്ടത്ര. ഞാൻ വിചാരിച്ച ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് ഇവള് പ്രസവിച്ച് കിടന്നു. അതെ ജീവിക്കായാലോ ഈ ഒരു കാര്യം അങ്ങനെ തന്നെയാണ് മോളെ. അതെ, അല്ലാതൊരു ഇപ്പൊ നമ്മള് വന്നേരേ അതിനെ ഇങ്ങനെ ഇതാക്കുന്നില്ലേ നമ്മള്. തിന്നാൻ കൊടുക്ക്, അങ്ങനെ കൊടുക്ക്, ഇങ്ങനെ കൊടുക്ക. എന്റെ മോൻ രാവിലെ എണീച്ചാല് 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് തിന്നുന്ന ഏതെല്ലാം ദിക്കിലാന്ന് ഓരോന്ന് നമ്മള് അതൊരു എന്തോ നിന്നെ ഞാൻ നോക്കുന്ന തന്നെ കാണാനില്ലല്ലോ. വായില്ലാത്ത ജീവൻ നമ്മളോട് പറയാൻ. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെല്ലാം ഫുഡെല്ലാം തിരിച്ചിടെ കൊണ്ടുതന്നെ. അതെ ശരിയാന്ന്. 2 ദിവസം കഴിഞ്ഞ് വരുമ്പോ ഭക്ഷണം കഴിച്ചെന്റെ ഭാര്യ ഒരാള് ഞാൻ പറഞ്ഞില്ലേ പോട്ട് മോനെ അങ്ങ് എത്തണ്ട ഇതിലെ കൊണ്ടുപോയിട്ട് ഇന്നലെ അറിയാണ്ട് കൂട്ടാക്കാണ്ട് കൊണ്ടുതന്നെ. നമ്മള് വരുമ്പോ കാത്തുക്കുകയും ചെയ്യും. അത് എന്തെങ്കിലും ഓടി വരുകയും ചെയ്യും. എന്നിട്ട് ഇട്ട് കൊടുത്തത് തിന്നിട്ടാന്ന് ആത്തേരിനി. അപ്പൊ ഏച്ചി പോക്കായി. ഞാൻ എന്റെ മോൾക്ക് 5 മണിയാകുമ്പോ ക്ലാസ് കഴിഞ്ഞ് വരും. അപ്പത്തേക്ക് വീട്ടിലെത്തണം. പിന്നെ ലീവുള്ള ദിവസം ഫുള്ളായിട്ട് നിൽക്കാം. ഇപ്പോൾ സ്കൂളില്ലേ, അവള് സ്കൂൾ ഇതായിപ്പോലെ ഇത് വന്ന് എല്ലാ കുളിയും നടക്കും. അതിന്റെ പണിയെല്ലാം വൈകുന്നേരത്തേക്ക് ചോറും കറിയെല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ വൈകുന്നേരം അങ്ങനെ കുറച്ച് ചെറുതായിട്ടല്ലേ വേണ്ടു. ഇനി അടുത്ത ആള് വരും. എന്നാ പിന്നെ ശരി. അയാള് കുറച്ച് നേരമായി എണീച്ച് കളിച്ച് പാലെല്ലാം കുടിച്ച് ആദ്യം ഉറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഉറങ്ങാനായിട്ടില്ല. നമ്മളെ സമയത്തിനൊന്നല്ല, അവന്റെ സമയത്തിന് നമ്മൾ ഉറങ്ങിക്കോളൂ. അങ്ങനെയാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് വീണ്ടും തളിരിട്ട് വന്ന് തളിർക്ക് വന്ന് വാവ. അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളും ചെറുതായി അല്ലേ, ഇവൻ ചെറുതായുള്ള സമയത്തിലെ അതുപോലെ വീണ്ടും നമ്മൾ അതേ സ്ഥലത്ത് ആദ്യം ഭയങ്കര മനോഹരമായ നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഒരു കുട്ടികളായിട്ടുള്ള ഇത് പറഞ്ഞാല്. പിന്നെ പ്രസവം അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. അപ്പോ അയ്യോ എൻ്റെ മോനെ ഒന്നും പറയാൻ കഴിയില്ല. റെസ്പെക്റ്റ് എല്ലാ സ്ത്രീകളോടും പറയാൻ പറ്റില്ല. നമ്മളിത് കേട്ടിട്ടും അങ്ങനെയല്ലേ ഉള്ളൂ. ഓരോരാളും ഓരോരാളുടെ ജന്മം അങ്ങനെയാണല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ അത് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടാൽ തന്നെ നമ്മൾ എന്താ പറയുക അത്രമാത്രം നമുക്ക് ഇതാണ് ഭയങ്കര. പിന്നെ നമുക്ക് കവി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായി, അമ്മേൻ്റെ വീട്ടിൽ അങ്ങോട്ട് ഉണ്ടായത്. അന്നേരം അമ്മക്ക് കയറാൻ പറ്റില്ലെങ്കിൽ അവർ അടുത്തുണ്ടായി. ഇപ്രാവശ്യം ഇവിടെ ഇല്ല, നമ്മളെല്ലാരും പുറത്ത്. അപ്പോ ഹോസ്പിറ്റലില് ഭർത്താവിനെ കയറ്റും. ഇവിടെ മിംസിലാണ്, നമ്മളിവിടെ ആസ്റ്റർ മിംസിൽ ചാലക്കുള്ളതാണ് കണ്ണൂര്. അപ്പോൾ ആടാന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും കൂടി ഉള്ളിൽ കയറ്റുന്നൊരു ഇതുണ്ട്, സ്യൂട്ട് തന്നിട്ട്, ലേബർ സ്യൂട്ട് തന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് കയറാൻ പറ്റിയതുകൊണ്ട് ഇവിടെ കൂടെ നിൽക്കാൻ പറ്റി. എന്താ പറയാ, എന്ത് ആശ്വാസമായി. എനിക്ക് ആശ്വാസാക്കാൻ വന്നിട്ട് വിജോട്ടിന് ആശ്വാസം കൊടുക്കേണ്ട ശരിക്കും വിജോട്ടിന് അടന്ന് ഓടുന്ന് നിൽക്കുന്നില്ല, ഇങ്ങ് വരുന്ന് തടകുന്നു, ആദ്യം പോന്ന് വരുന്ന്. ശരി ശരി. അതെന്ന് വെച്ചാല് നമുക്ക് ആ ടെൻഷൻ അടിച്ച് എന്താ പറയാ, സത്യം പറഞ്ഞാല് എന്താ പറയാ, ഇത് ഈ ഇതുപോലത്തെ ഒരു ലേബർ റൂമിൽ കയറിയാൽ തീരാവുന്നേ ഉള്ളൂ നമുക്ക്. എന്താ പറയാ, നമ്മളെ ആ ഒരു ഭയങ്കര സംഭവം കേട്ടോ. അത് പറയാൻ പറ്റില്ല, പറയാൻ വാക്കുകളില്ല. ഓരോ അമ്മമാർക്കും അത് നമ്മൾ പറയാൻ പറ്റില്ല.
അപ്പോൾ എന്തായാലും അല്ല കഴിഞ്ഞു വന്നു. എന്തെങ്കിലും നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാം, ഒരു അനുഭവങ്ങളും കാര്യങ്ങളും പറയാം. അപ്പോൾ ഇന്ന് കിടക്കാൻ വേണ്ടി പോകുന്നത് വയസ്സാകുമ്പോ അച്ഛനും അമ്മേനെ എല്ലാം നമ്മള് ഇങ്ങനെ ആക്കുന്നില്ലേ, അതാ ഞാൻ പറഞ്ഞു വന്നത്. ഒരു പ്രാവശ്യം നമ്മളിത് കണ്ടാൽ മതി, നമ്മളെ അത്രമാത്രം വേദനയോട് കൂടി ഞാൻ നൊന്ത് പ്രസവിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും അവരെ പിന്നീട് എന്താണ് നമ്മൾ അവരെ അത്രമാത്രം ചേർത്ത് പിടിക്കണം, സ്നേഹിക്കണം എന്നുള്ളതെല്ലാം അത്രമാത്രം നമ്മളൊരിക്കലും നമുക്കങ്ങനെ തോന്നൂല. അത്രമാത്രം ആ മക്കളാണ് നമ്മൾ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് അത്രമാത്രം വേദന തോന്നും. നന്നായിട്ട് മക്കളെ അമ്മ നമ്മളെ ഏറ്റവും വലിയ പഠിപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മളെ മാതാപിതാക്കളെ സ്നേഹിച്ച് വളർത്താൻ വേണ്ടിയിട്ട്. അവസാനം നമുക്ക് എന്താ പറയുക, നമ്മൾ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ മക്കളെ എന്താ പറയുക അച്ഛനും അമ്മയെല്ലാം സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും സജീവമുള്ള സ്നേഹങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ. പുതിയ വിശേഷമായിട്ട് നാളെ വരെ മധുരം എല്ലായിരിക്കും. ബൈ.